എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു സ്റ്റഫ്ഡ് ബണ്ണിൻ്റെ റെസിപ്പി നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആവിയിൽ വേവിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബണ്ണാണിത്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബൺ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഈസ്റ്റ് ഒന്ന് പുളിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു അരമണിക്കൂർ നേരം ഇതൊന്ന് പുളിച്ച് വരാൻ വേണ്ടി വെക്കണം. അപ്പോൾ നിങ്ങൾ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഞാനിത് സാധാരണ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 25 മിനിറ്റ് ഇത് പുളിപ്പിക്കാനായിട്ട് വെച്ചിരുന്നു. ഇപ്പോൾ ഇത് നന്നായിട്ട് പുളിച്ച് പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബണ്ണിന് വേണ്ട മാവൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൈദ വെച്ചും ചെയ്യാം. ഇപ്പോൾ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒറ്റയടിക്ക് മുഴുവനായിട്ട് വെള്ളം ഇതിലേക്ക് ഒഴിക്കരുത്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കില്ലേ, ആ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ച് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ മാവൊക്കെ നല്ലപോലെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അരമണിക്കൂർ നേരം വെച്ച ശേഷം വേണം നമുക്ക് നമ്മുടെ ബൺ തയ്യാറാക്കാനായിട്ട്. അപ്പോഴാണ് ഇത് നന്നായിട്ട് പൊങ്ങി വരിക. അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് ഡ്രൈ ആയി പോവാതിരിക്കാനാണ്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു അരമണിക്കൂർ നേരം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കണം. അതിനുശേഷമാണ് നമുക്കിത് തുറന്ന് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് നമുക്ക് ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ സ്റ്റഫ്ഡ് ബണ്ണാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബണ്ണിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഒരു ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഇവിടെ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെ 2 വലിയ സവാള പൊടിയായി അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ ഈ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. സവാളയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ആ മസാലയുടെയൊക്കെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറി അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി ഒന്നല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി താല്പര്യമാണെങ്കിൽ അതെടുക്കാം, അതും അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് നന്നായി പുഴുങ്ങി പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് നമ്മളിന്ന് സ്റ്റഫിങ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ചിക്കനോ ബീഫോ ഒക്കെ ചേർക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾസൊക്കെ കൂടി ആഡ് ചെയ്യാം. ഇപ്പം ഞാനിന്ന് ഉരുളക്കിഴങ്ങ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നോൺ വെജിറ്റേറിയൻ താല്പര്യമുള്ളവർക്ക് ചിക്കനും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് സവാളയുടെ ആ ഒരു മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം, ഗ്യാസ് ഓഫ് ചെയ്തിട്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിന് പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണം. ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് വരെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒത്തിരി ഹാർഡായിട്ട് പോകുന്ന രീതിയിലൊന്നും കുഴക്കേണ്ട, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ മാവൊക്കെ വീണ്ടും കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എത്ര ബണ്ണാണോ വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കൈകൊണ്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ 4 ബണ്ണാണ് ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 4ആയിട്ട് ഈ മാവിനെ ഡിവൈഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്.
ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം ആ എണ്ണ നമ്മുടെ ഈ മാവിൽ ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഇത് ഇതുപോലെ ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബണ്ണൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് പൊട്ടിപ്പോകുന്നില്ല, പുറത്ത് ഇങ്ങനെ വിള്ളലുകൾ പോലെ ക്രാക്കുകൾ പോലെ വരുമൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ് ഒന്നുള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള 3 എണ്ണവും ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 10 മിനിറ്റിന് ശേഷം വേണം നമുക്കിതിൻ്റെ ഉള്ളിൽ സ്റ്റഫിങ്ങൊക്കെ നിറച്ച് നമ്മുടെ ബണ്ണ് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ഇത് മൂടി വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒന്ന് മൂടി വയ്ക്കുക. കുറച്ച് എണ്ണമയമൊക്കെ അതിൻ്റെ മുകളിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്താനും ശ്രമിക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. നമ്മുടെ ബണ്ണൊക്കെ ചെയ്യാനുള്ള മാവ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റഫിങ് നിറച്ചു കൊടുക്കണം. അപ്പോൾ സ്റ്റഫിങ് നിറയ്ക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഈ മാവ് ഓരോ പോർഷനായിട്ട്, അതായത് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഓരോ ഉരുളകളായിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നടുഭാഗത്തായിട്ട് ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റഫിങ് ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡുകളിൽ നിന്ന് ഇങ്ങനെ മടക്കി അതിൻ്റെ നടുക്ക് ഭാഗത്തേക്ക് കൊണ്ടുവന്ന് അത് സീൽ ചെയ്തെടുക്കുക. ഈ പൊടി വെച്ച് തന്നെ സീൽ ചെയ്താൽ മതി. നമ്മൾ എക്സ്ട്രാ പൊടിയൊന്നും ഉപയോഗിക്കുന്ന കാര്യമില്ല. സാധാരണ നമ്മൾ എങ്ങനെയാണോ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് ആ ഒരു മോഡൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇത് സീൽ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബണ്ണിൻ്റെ സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ സ്റ്റഫിംഗ് ഒക്കെ വെച്ചിട്ട്, അതായത് ചിക്കൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം, ബീഫ് വെച്ചിട്ട് ചെയ്യാം, അതുപോലെ കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റഫിങ് തയ്യാറാക്കാം. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് പൊട്ടറ്റോ മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ മുട്ട നിറച്ചിട്ടും ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് മുട്ട നിറച്ച ബണ്ണും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റഫിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ബണ്ണുകളും പ്രിപ്പയർ ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊരു 5 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആവിയിലാണ് നമ്മുടെ ബണ്ണ് റെഡിയാക്കി എടുക്കുന്നത്. ഓവനൊന്നും ആവശ്യമില്ല ഈ ബണ്ണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മുടെ ഈ ബണ്ണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ കുറച്ച് ഓയിലൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഓരോ ബണ്ണുകളും ശ്രദ്ധാപൂർവം നമ്മുടെ ഈ ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് നേരം ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ബണ്ണൊക്കെ നല്ലപോലെ റെഡിയായി കിട്ടും. ഇനി നമുക്ക് ഈ ബണ്ണ് വേവിക്കാൻ വെക്കുന്നതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എള്ളിട്ട് കൊടുക്കുക. അപ്പം കുറച്ച് രസമായിരിക്കും കാണാനൊക്കെ, മാത്രമല്ല കുറച്ചും കൂടി ടേസ്റ്റി ആവുകയും ചെയ്യും. അപ്പം ഞാൻ കുറച്ച് എള്ള് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കറുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ആണുള്ളതെങ്കിൽ അതെടുക്കാവുന്നതാണ്. ഏത് തരത്തിലുള്ളതാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതില്ലാതെയും നമുക്ക് ചെയ്യാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടോ, 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബണ്ണൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി വലുപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയ ശേഷം കഴിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ സ്റ്റഫ്ഡ് ബണ്ണൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ആവിയിൽ സ്റ്റഫ്ഡ് ബണ്ണൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.